അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോയാണ് ചെയ്യുന്നത്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു വീറ്റ് ബ്രെഡ് ചിക്കൻ പോളയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനായിട്ട് ഞാൻ ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റോ സ്മെൽ മാറുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്രീൻ ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും എരിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം കറി ലീവ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടി 4 സവാളയാണ് എടുത്തത്. ഇനി നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിക്കുക. ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ലതുപോലെ ഇളക്കണം. ഇതിനാവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ചിക്കൻ്റെ അളവനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. സവാള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചില്ലി പൗഡർ ചേർക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാവുന്നതാണ്. പെരുംജീരകപ്പൊടി പൊടിച്ചതുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കനും മസാലയും നല്ലതുപോലെ മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലായി 6 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലോട്ട് 1/2 കപ്പ് പാലാണ് ഇനി ചേർക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ പാല് ചേർക്കുകയാണെങ്കിൽ ബാറ്റർ ലൂസായി പോകും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം പാൽ ഒഴിക്കേണ്ടത്. അടുത്തതായി നമുക്ക് വീറ്റ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ 4 വശവും കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ആ പാത്രം നല്ലതുപോലെ ചുറ്റിച്ച് ഓയിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ആ കടായി റെഡിയാക്കുക. ഇനി ഓരോ ബ്രെഡും എടുത്ത് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുക്കാം. ബ്രെഡെല്ലാം എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ കടായിൽ അറേഞ്ച് ചെയ്യുക. ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രെഡിൻ്റെ അതേ ലെവലിലായിരിക്കണം ചിക്കൻ്റെ ഫില്ലിംഗ് നിറയ്ക്കേണ്ടത്. ഒരു സ്പേസുമില്ലാതെ ചിക്കൻ്റെ ഫില്ലിംഗ് നല്ലതുപോലെ നിറയ്ക്കുക. ഇനി പഴയതുപോലെ ബ്രെഡ് എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കവർ ചെയ്ത് വയ്ക്കുക. ഫുൾ കവർ ചെയ്തതിന് ശേഷം ബാക്കി വന്ന മുട്ടയുടെ ബാറ്റർ ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അടുത്തതായി ഒരു ഫ്രൈ പാൻ്റെ മുകളിൽ ഈ കടായി വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞ് മുകൾ ഭാഗം വേവിക്കുന്നതിനായിട്ട് വേറൊരു ഫ്രൈ പാനിലേക്ക് കമഴ്ത്തി തട്ടുക. എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് കുക്ക് ചെയ്യുക.
അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.